പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന ഗവർണർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി തിരുവനന്തപുരം ദൂരദർശൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ അവസാനം കലാലയങ്ങളിൽ, പ്രത്യേകിച്ച് കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പാടെ നിരോധിക്കണമോ എന്ന ഒരു ചോദ്യത്തിലേക്ക് എത്തി. അതിന് അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം അപ്പാടെ വേണ്ടത് വയ്ക്കുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നത് ശരിയല്ലെന്നും അത് സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, രാഷ്ട്രീയ ബോധമില്ലാത്ത, വളരെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുമെന്നും ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഊഴം സിദ്ധാർത്ഥന്റെ അച്ഛനായ ടി ജയപ്രകാശനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് കോളേജിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം? എന്തിനാണ് കോളേജ് ഒരു രാഷ്ട്രീയ പ്രവർത്തന വേദി ആവുന്നത്? കുട്ടികൾ വന്ന് പഠിച്ചിട്ട് പോകട്ടെ. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ കോളേജിൽ വരണ്ട. അവർക്ക് പുറത്ത് രാഷ്ട്രീയം കളിക്കാം, പാർട്ടികളിൽ പ്രവർത്തിക്കാം, പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിയമസഭയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കുകയോ നേതൃപദവിയിൽ എത്തുകയോ ചെയ്യാം. എന്തിനാണ് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം അനുവദിക്കുന്നത്? അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ അഭിപ്രായം ഒരിക്കലും ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല. കോളേജുകളിൽ, പ്രത്യേകിച്ച് പുറത്തെ കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ മാതാപിതാക്കൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നിലവിലെ കാമ്പസിലെ അവസ്ഥയെപ്പറ്റി ഒരു സാധാരണ ശരാശരി ഒരു രക്ഷകർത്താവിൻ്റെ അഭിപ്രായമാണിത്. രക്ഷകർത്താവ് കാണുന്ന ഒരു ചിത്രമാണത്. ആ വാക്കുകളിൽ തെളിയുന്നത് ഇന്നത്തെ കാമ്പസിന്റെ ഒരു തൽ സ്വരൂപമാണ്. നമ്മളിവിടെ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതായത്, നമ്മുടെ ഇന്നത്തെ കാമ്പസുകൾ സൃഷ്ടിക്കുന്നത് സാമൂഹ്യ ബോധവും പൗരബോധവും രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണോ, അതോ ഒരു സംഘം രാഷ്ട്രീയ ഗുണ്ടകളെയാണോ? ഇന്ന് നമുക്ക് കാമ്പസുകളെ സ്വതന്ത്ര ഇടങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഏതാണ്ട് ഒട്ടുമുക്ക കോളേജുകളും ഇന്ന് പാർട്ടി കോളേജുകളിലാണ്. അവിടെ സ്വാധീനമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കല്ലാതെ മറ്റാരെയും അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇത് പലപ്പോഴും ചെയ്യുന്നത് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ SFIയും ABVPയും മറ്റുമാണ്. അവർക്ക് സ്വാധീനമുള്ള ആ കാമ്പസുകളിൽ KSU പോലുള്ള മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. അത്തരം കോളേജുകളിൽ ഇടിമുറികളുണ്ട്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ആ മുറികളിൽ വിളിച്ചു വരുത്തി ഭേദ്യം ചെയ്യും, മർദ്ദിക്കും. ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നതും അതത് കോളേജുകളിലെ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ മാതൃ സംഘടനകളിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട അധ്യാപകരാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ പലയിടത്തും പല സമയങ്ങളിൽ നടക്കുന്നത്. മറ്റേതെങ്കിലും അധ്യാപകര് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ അവർക്ക് ആ കാമ്പസിൽ നിന്ന് പിഴയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാക്കുക. അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ച സംഭവങ്ങൾ പോലും കേരളത്തിലെ പല കോളേജുകളിലും ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി കോളേജുകൾ എന്ന അവസ്ഥ എത്രയോ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. പല വിദ്യാർത്ഥികൾ ഇതിനെ തുടർന്ന് മാനസികമായിട്ട് തകർന്ന വിദ്യാഭ്യാസം നിർത്തിപ്പോയിട്ടുണ്ട്. പലർക്കും അംഗഭംഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവരുടെ ശക്തി ഉയർത്താനും വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. CPM SFI ഉപയോഗിക്കുന്നു, BJP ABVPയെ ഉപയോഗിക്കുന്നു. ഭാഗ്യവശാൽ കേരളത്തിൽ KSUവിനെ അവരുടേത് മാത്രം എന്ന് പറയാൻ പറ്റിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെ കലാലയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടേതായ പാർട്ടി കോളേജുകൾ നടത്താൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ജയപ്രകാശ് എന്ന അച്ഛന്റെ വാക്കുകളിൽ പ്രകടമായ വികാരം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം എൻ്റെ പരാമർശത്തെ തുടർന്ന് സംസാരിച്ചത് വളരെ വികാരഭരിതനായിട്ടാണ് എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ സിദ്ധാർത്ഥൻ നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. ഒരു മികച്ച വെറ്ററിനറി ശാസ്ത്രജ്ഞനായി പഠിച്ച് വളർന്ന് അദ്ദേഹം തൻ്റെ കുടുംബത്തിന് ഒരു താങ്ങാകുമെന്ന് ആ അച്ഛനും
അദ്ദേഹത്തിന്റെ ഭാര്യയും ആ കുടുംബവും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷ ഒരിക്കൽ ഒരു ദിവസം ഒരു ശവപ്പെട്ടിക്കുള്ളിലാണ് ആ വീട്ടിലേക്ക് മടങ്ങി വന്നത്. ആ സാഹചര്യത്തിൽ സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് വേണ്ടത് എന്നും മറ്റുമുള്ള എൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് അത്ര വിലപ്പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയോ എന്ന് എനിക്ക് സംശയം തോന്നി. അദ്ദേഹത്തിന്റെ മകൻ സിദ്ധാർത്ഥന്റെ ആത്മാവ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും നിൽക്കുമ്പോഴാണ് ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ കൊലപാതകത്തെ തുടർന്ന് അതൊരു കൊലപാതകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സംഭവത്തിന്റെ തെളിവുകളെല്ലാം ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് CBIക്ക് അന്വേഷണത്തിന് വിട്ടെങ്കിലും അത് കൃത്യസമയത്ത് അതിന്റെ തീരുമാനം CBI അറിയിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് അക്കാര്യത്തിൽ വീഴ്ച വരുത്തി. ഒടുവിൽ പ്രതിപക്ഷവും സിദ്ധാർത്ഥന്റെ അച്ഛനും വലിയ പ്രതിഷേധ സ്വരമുയർത്തിയപ്പോഴാണ് അത് സംബന്ധിച്ച കടലാസുകൾ CBIക്ക് ഡൽഹിയിൽ എത്തിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഇതാ ഗവർണറുടെ തീരുമാനവും വന്നിരിക്കുന്നു. ഈ പൂക്കോട് കോളേജിൽ നടന്ന സംഭവം, പിന്നീട് കേരള സർവകലാശാലയിലെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു വിധികർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവം, ഇതൊക്കെ കോളേജുകളിലെ രാഷ്ട്രീയം പാടെ നിരോധിക്കണം എന്ന ആവശ്യത്തിന് ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ അത്തരത്തിലൊരു പൊതുക്കാര്യ ഹർജി നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടല്ല KSUO, SFIO അല്ലെങ്കിൽ ABVPയോ ഒന്നും കോളേജുകളിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരം കേസുകൾ വന്നാൽ തന്നെ കോടതി സാധാരണ ചെയ്യുന്നത് സർക്കാരിന്റെ അഭിപ്രായം ചോദിക്കും. സർക്കാർ പറയും കലാലയങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത് എന്ന്. അതേ തുടർന്ന് അത്തരം കേസുകളിൽ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അക്കാദമികവും സൈദ്ധാന്തികവുമായ ചില വാദങ്ങളുടെ പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കലായി നല്ല ബോധമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന് നമ്മൾ കോളേജുകളിൽ രാഷ്ട്രീയം വേണ്ടത് എന്ന് പറയുക. പക്ഷെ കുട്ടികളെ കോളേജുകളിലേക്ക് പഠിക്കാൻ അയക്കുന്ന മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ അഭിപ്രായം പലപ്പോഴും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. എങ്ങനെ കാമ്പസുകളെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷെ എന്ത് മാറ്റങ്ങൾക്കും ഈ വിദ്യാർത്ഥി സംഘടനകളും അവരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അനുവദിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക, അത് ഒരു കോളേജ് പാർലമെന്റായിട്ട് സംവിധാനം ചെയ്യുക, അവർ ചേർന്ന് മറ്റ് പൊതു പദവികളിലേക്കുള്ള പൊതു സീറ്റുകളിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ചെയർമാൻ, വൈസ് ചെയർമാൻ, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാര്, മാഗസിൻ എഡിറ്റർ, ആർട്സ് ക്ലബ് സെക്രട്ടറി മുതലായ പൊതു പദവികളിലേക്ക് ഈ പാർലമെന്റ് ആളുകളെ തിരഞ്ഞെടുക്കുക. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് മറ്റു സംഘടനകളിൽപ്പെട്ട ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, തെരഞ്ഞെടുപ്പ് ദിവസം വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുക, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓരോ ക്ലാസ്സിലെയും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. പക്ഷെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ കീഴിലുള്ള കോളേജുകളിൽ ഇതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിന് വഴങ്ങുന്നവരാ. ചില ഇൻഡിവിജ്വൽ കോളേജുകളിൽ ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനം നടക്കുന്നുണ്ട്. അങ്ങനെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ ഒരു നിയമം വഴി ഈ രീതിയിലാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഇതിന്റെയൊക്കെ ആത്യന്തികമായ ഫലം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം താഴുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കും എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളുടെ കാമ്പസുകൾ കൊണ്ടുവരുന്നു എന്ന് ബജറ്റ് പ്രസംഗങ്ങളിലും അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലും പാർട്ടികളുടെ പ്രകടന പത്രികകളിലും ഒക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ എന്താണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക്
കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വൻകിട ഏജൻസികളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ അത്തരത്തിലുള്ള ഒരു ഏജൻസി ഇക്കുറി വിദേശ കോളേജുകളിലേക്ക് അയക്കുന്നത് 7000 വിദ്യാർത്ഥികളെയാണ്. അതായത് അവർ പോകാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാ. വലിയ പണച്ചെലവുള്ള കാര്യമാണെങ്കിലും പോകാൻ തയ്യാറാ. കാരണം നമ്മുടെ ഇന്നത്തെ കാമ്പസുകളിൽ എന്താണ് നടക്കുന്നത്? അവിടെ ശരിക്കും വിദ്യാഭ്യാസം നടക്കുന്നില്ല. സ്വതന്ത്രമായി അവർക്ക് കോളേജിൽ ചെല്ലാനോ പഠിക്കാനോ ക്ലാസ്സുകളിൽ ഇരിക്കാനോ സാധിക്കുന്നില്ല. SFI പോലെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടാൽ സമരങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഇറങ്ങിയേ പറ്റൂ. അല്ലെങ്കിൽ AKG സെന്ററിലൊക്കെ നടക്കുന്ന സമ്മേളനങ്ങളിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ ഓഡിയൻസ് ആയിട്ട് പോയി ഇരിക്കേണ്ടി വരുന്നു. പഠിക്കാൻ അവസരം കിട്ടുന്നില്ല. ഇത്തരം സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വകാര്യ ഏജൻസികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാലകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഏജൻസികൾക്ക് നല്ല പിന്തുണ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഏജൻസിയുടെ ഒരു ഡയറക്ടറെ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് സംസ്ഥാന സർക്കാർ നിയമിച്ചു. മാത്രമല്ല എറണാകുളത്തെ ഒരു കോളേജിൽ ആ ഏജൻസിക്ക് വിദേശ സർവകലാശാലകളിലെ വിദ്യാഭ്യാസത്തെ പറ്റി കാമ്പയിൻ ചെയ്യാനുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കാനുള്ള അവസരം പോലും സർക്കാർ നൽകുകയുണ്ടായി. ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണമുള്ള വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ മെച്ചപ്പെട്ട സർവകലാശാലകളിലേക്ക് പോകുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളാവട്ടെ നമ്മുടെ കാമ്പസുകളിലെ ഇന്നത്തെ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന് കീഴടങ്ങി ജീവിക്കേണ്ടി വരുന്നു. പാർട്ടിയെ വളർത്തുന്നതിന് CPM അടക്കമുള്ള സംഘടനകൾ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഉപയോഗിക്കുന്നതിന്റെ ഫലമാണ് നാം ഇന്ന് കലാലയങ്ങളിൽ കാണുന്നത്. UDF സർക്കാർ വരുമ്പോഴാവട്ടെ ഇത്തരം അവസ്ഥകളോട്, സാഹചര്യങ്ങളോട് തികഞ്ഞ നിഷ്ക്രിയത്വം പുലർത്തുകയും ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലെ പല മുൻകാല ഇടതുപക്ഷ സർക്കാരുകളുടെയും ചരിത്രം നോക്കുമ്പോൾ CIT അവർക്ക് വലിയ തോതിലുള്ള തലവേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സാഹചര്യങ്ങൾ മാറുകയാണ്. ഇന്ന് SFI ആണ് നിലവിലെ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പുരയ്ക്ക് മീതെ വളർന്ന മരമായിട്ട് അതിപ്പോൾ മാറിയിരിക്കുകയാണ്.